ഉണ്ണിയപ്പം ഇഷ്ടല്ലേ? മീനുവിനും ഉണ്ണിയപ്പം ഇഷ്ടാണ്. നമ്മുടെ ഉണ്ണിയപ്പം അതവിടെ റെഡി ആയിട്ടുണ്ട്. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഭാമിക ഷിബി വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. ഉണ്ണിയപ്പം ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടല്ലേ? മീനുവിനും ഉണ്ണിയപ്പം ഇഷ്ടല്ലേ? മീനുവിനും ഉണ്ണിയപ്പം ഇഷ്ടമാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ലൈക്കും കമന്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. 3 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്തെടുത്തതാണ്. ഒരു 5 മണിക്കൂറോളം നമ്മൾ നന്നായിട്ട് കുതിരാൻ വേണ്ടി വെക്കണം. എന്നാലേ പച്ചരി നന്നായിട്ട് കുതിർന്ന് കിട്ടുള്ളൂ. 2 ചെറുപഴം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5 ഏലക്കയും കൂടെ എടുത്തിട്ടുണ്ട്. വെള്ളം നമ്മൾ നന്നായിട്ട് പാനിയൊക്കെ എടുത്തതാണ്. ഇതൊന്ന് തണുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 5 ഏലക്ക നമ്മൾ തൊണ്ടോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്ക. വെള്ളപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുക്ക. അരി അരിയാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ ഫസ്റ്റ് ഒരു ജാർ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള അരിയും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് 3 കപ്പ് അരി ഇട്ടാൽ നമുക്ക് 2 ജാർ മാവ് കിട്ടും. ഇതിലേക്ക് പഴം കൂടെ ചേർത്ത് കൊടുക്കാം. പഴം ചേർത്തിട്ട് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു 3-4 ദിവസത്തിൽ കൂടുതൽ നാശാവാതിരിക്കില്ല. നമ്മൾ വീട്ടിലൊക്കെ പെട്ടെന്ന് എടുത്ത് തീർക്കുന്നതാണെങ്കിൽ മാത്രം പഴം ചേർത്താൽ മതി. ഒരുപാട് ദിവസം വെക്കുന്നതാണെങ്കിൽ പഴം ചേർക്കണ്ട. നമ്മൾ 2ാം പ്രാവശ്യമായിട്ട് അരിയും കൂടെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഈ ഫസ്റ്റ് അരച്ച മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനേ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ മേളിലേക്ക് ഈ മാവും കൂടെ എടുത്തു വെച്ചു കൊടുക്കാം. മാവൊന്ന് ചെറുങ്ങനെ പൊന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കാരൊന്നും ചേർത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ വെച്ചാൽ നന്നായിട്ട് പൊന്തി വരും മാവ്. ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും. ഉണ്ണിയപ്പത്തിന്റെ മാവ് നമ്മൾ അരച്ചിട്ട് ഒരു 5 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഇതാ മൂടി വന്നിട്ട് ഒന്ന് ഏകദേശം ഒന്ന് ചെറുങ്ങനെ പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് മാവ്. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം മാവ് അരച്ചിട്ട് നമ്മൾ വെക്കണം. അപ്പോൾ ഉണ്ണിയപ്പം നന്നായിട്ട് തന്നെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് പൊന്തി വരുള്ളൂ മാവ്. നമുക്ക് ഈ മാവിലേക്ക് ഇനി കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തിടാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. തേങ്ങ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തതാണ്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവണം. ഒന്ന് ചെറുങ്ങനെ ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മള് ഇത് മാവിലേക്ക് ഒഴിക്കരുത്. ഒന്നൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്ത് ഏകദേശം മൂത്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് നന്നായിട്ട് ബ്രൗൺ കളറ് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലൊഴിച്ച് ഓയില് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട. തേങ്ങാക്കൊത്ത് മാത്രം ഇതൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്ത് മാവിന്റെ എല്ലാ വശത്തും ആവുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം.
നമ്മള് ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മള് വെളിച്ചെണ്ണ ആയിട്ട് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരട്ടെ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ കുഴിയിലായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ഉണ്ണിയപ്പത്തിന്റെ മാവ് നമ്മൾ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോ തന്നെ അതിന്റെ അടി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഉണ്ണിയപ്പം ഒന്ന് നമ്മള് ചെറുങ്ങനെ ഒന്ന് ഇങ്ങനത്തെ ഒരു പപ്പടത്തിന്റെ കുത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോ തന്നെ ഇതിങ്ങനെ പൊന്തി വരാനായിട്ട് തുടങ്ങും. ഒന്ന് ചെറുങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഇതൊന്ന് നമുക്ക് ഇങ്ങനെ മേൽവശം കൂടി ഒന്ന് വേകാൻ വേണ്ടിട്ട് ഒന്ന് തിരിച്ചു വെച്ചു കൊടുക്കാം. ഇങ്ങനെ തന്നെ പൊന്തി വരുമ്പോ തന്നെ നന്നായിട്ട് വെന്ത് വരും. തിരിച്ചു വെച്ച് കൊടുക്കണമെന്നില്ല. ഞാനൊന്ന് ഇങ്ങനെ തിരിച്ചു വെച്ച് കൊടുക്കുന്നുണ്ടെന്നുള്ളൂ. ഉണ്ണിയപ്പം ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. നമ്മളിതാ 7 കുഴിയുള്ള ചട്ടിയാണ്. 7 നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയെടുത്ത് കോരി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടെ നമുക്ക് കോരിയെടുക്കാം. ഉണ്ണിയപ്പം ഇങ്ങനെ ഒന്നിങ്ങനെ തട്ടുമ്പോ തന്നെ മറിഞ്ഞു വന്നാൽ നമ്മുടെ മാവ് നല്ല പാകമായിട്ടുണ്ടാവും. നമ്മുടെ ഉണ്ണിയപ്പം അത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അവിടെ വീഡിയോസ് എല്ലാവരും ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരാം.